ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ISROയിൽ വന്നിരിക്കുന്ന NRSൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസിന് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നേരിട്ടുള്ളൊരു നിയമനമാണ്. അതുപോലെ തന്നെ പരസ്യ നമ്പർ 2 കൊടുത്തിട്ടുണ്ട്. ഒഴിവുകൾ ഏകദേശം 54 വരുന്നത്. ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ 33 ഒഴിവുകൾ, ടെക്നീഷ്യൻ ബി ഇലക്ട്രിക്കൽ 8, ടെക്നീഷ്യൻ ബി ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ 9, ടെക്നീഷ്യൻ ബി ഫോട്ടോഗ്രാഫിയിൽ 2, ടെക്നീഷ്യൻ ബി ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്ററിൽ 2, ടോട്ടൽ 54 പോസ്റ്റുകളാണുള്ളത്. മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത് ലെവൽ 3 പേയ്മെൻ്റ് ആണ്. ഏകദേശം 21,000 രൂപ മുതൽ 69,000 രൂപ വരെയാണ്. എല്ലാ പോസ്റ്റിലേക്കും സെയിം ആയിട്ടുള്ള ശമ്പളമാണ് നൽകുന്നത്. ഇനി പ്രായപരിധി നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് എല്ലാ വിഭാഗത്തിലേക്കുള്ള പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിലുള്ള വിഭാഗങ്ങൾക്ക് ആ ഒരു ഇളവ് ലഭിക്കുന്നതാണ്. യോഗ്യത നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക്സിൽ SLC പാസ്സാണ് അല്ലെങ്കിൽ SSC പാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. NCVT നിന്ന് ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ അല്ലെങ്കിൽ ITA, NTC, NC എന്നൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ബി ഇലക്ട്രിക്കലിലും സെയിം തന്നെയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ബി ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, ടെക്നീഷ്യൻ ബി ഫോട്ടോഗ്രാഫി, ടെക്നീഷ്യൻ ബി ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ എന്നിവയ്ക്ക് SLCയും പിന്നെ NCVTയുള്ള സർട്ടിഫിക്കറ്റുമാണ് ആവശ്യമായിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ 500 രൂപയാണ്. അതിൽ പ്രോസസ്സിംഗ് ഫീസായിട്ടാണ് ഈ 500 രൂപ നൽകുന്നത്. കൂടാതെ 100 രൂപ റീഫണ്ടബിൾ ആണ്. ഇനി 500 രൂപ അതായത് അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിന് ഒഴിവാക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറഞ്ഞാൽ SC, ST, PWBD പിന്നെ എക്സ് സർവീസ്മെൻ ഇവർക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യപ്പെടും. ഇനി 400 രൂപ അതായത് മറ്റെല്ലാ ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷാ ഫീസ് 400 രൂപയായിരിക്കും. അതിൽ 100 രൂപ റീഫണ്ടബിൾ ആയിരിക്കും. ഓൺലൈൻ മോഡ് വഴിയാണ് ആപ്ലിക്കേഷൻ ഫീസ് സ്വീകരിക്കുന്നത്. ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഏതെങ്കിലും UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൽകാൻ സാധിക്കുന്നതാണ്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഒരു എഴുത്ത് പരീക്ഷയും പേഴ്സണൽ ഇൻ്റർവ്യൂവിനെയും ബാധകമാക്കിയിട്ടായിരിക്കും. ഇനി കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ്. അപേക്ഷിക്കേണ്ട വിധം ഓൾറെഡി എല്ലാവർക്കും അറിയാം, ഇത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട തീയതി വരുന്നത് ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി ഡിസംബർ 31 തീയതിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം.